മുല്ലപ്പെരിയാർ വിഷയത്തിൽ വേണ്ടത് പ്രശ്നപരിഹാരമാണെന്ന് മുഖ്യമന്ത്രി. ഇതിനായി തമിഴ്നാടുമായി തുറന്ന ചർച്ച വേണം. അതിരപ്പള്ളി അണക്കെട്ടിനെ രാഷ്ട്രീയമായാണ് എതിർക്കുന്നത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്ന് ചേരുന്നു. സന്തോഷ്, ഇക്കാര്യത്തിൽ മുല്ലപ്പെരിയാർ വിദഗ്ധ സമിതി റിപ്പോർട്ടിനോട് പിണറായി വിജയൻ അനുകൂലമായി പ്രതികരിച്ചു എന്ന തരത്തിലാണ് വാർത്ത വിവക്ഷിക്കപ്പെട്ടത്. ഇതിനെതിരെയാണ് യഥാർത്ഥത്തിൽ ഇന്ന് മുൻ മുഖ്യമന്ത്രി അടക്കം പ്രതികരിക്കുകയും ചെയ്തത്, ഉമ്മൻചാണ്ടി അടക്കം പ്രതികരിക്കുകയും ചെയ്തത്. എന്താണ് ഇക്കാര്യത്തിൽ ഏറ്റവും പുതിയതായി അദ്ദേഹം പറഞ്ഞത്? അരുൺ, മുല്ലപ്പെരിയാർ കേസിലാണെങ്കിൽ വിദഗ്ധ സമിതി റിപ്പോർട്ടിനെ അംഗീകരിക്കുകയല്ല ചെയ്തത്. അത് സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ വിധി യാഥാർത്ഥ്യമാണ് എന്ന് പറയുകയായിരുന്നു ഇന്നലെ പിണറായി വിജയൻ ചെയ്തത്. അതാണ് ചില മാധ്യമങ്ങളുടെ തെറ്റായ തരത്തിൽ വ്യാഖ്യാനിക്കുക. അതിൽ കുറച്ച് വിശദീകരണമാണ് ഇന്ന് മുഖ്യമന്ത്രി നൽകിയത്. നിലവിൽ സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട്, ഡാം സുരക്ഷിതമെന്ന്. ആ യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് അതിന്മേൽ എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയും എന്നാണ് ഇനി പരിശോധിക്കേണ്ടത്. ഇക്കാര്യത്തിൽ തമിഴ്നാടുമായി ഒരു സംഘർഷത്തിലൂടെ അല്ല കാര്യങ്ങൾ പരിഹരിക്കേണ്ടത്, ഒരു ഉഭയകക്ഷി ചർച്ച വേണം. തമിഴ്നാടുമായി ഏതു തരത്തിലുള്ള തുറന്ന ചർച്ചയ്ക്കും തയ്യാറാണ് എന്നും മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്തു. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞത് മുല്ലപ്പെരിയാർ സമരസമിതി ചില പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം അക്കാര്യത്തിൽ വിശദീകരിച്ചത്, ഈ സമരസമിതി ജനകീയ ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്, അവരുമായി ചർച്ചയ്ക്കും തയ്യാറാണ്. അക്കാര്യത്തിൽ സർക്കാരിന് തുറന്ന മനസ്സ് തന്നെയാണ് എന്നും പിണറായി വിജയൻ വ്യക്തമാക്കുകയുണ്ടായി. അതിനിടയിൽ അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി സംബന്ധിച്ച് ചില തർക്കങ്ങൾ മന്ത്രിമാർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ സംബന്ധിച്ച് അദ്ദേഹം വിശദീകരണം നൽകി. താൻ വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്ത് ഈ ആതിരപ്പള്ളി പദ്ധതിക്ക് പാരിസ്ഥിതിക അനുമതി നേടിയെടുത്തിരുന്നു. അന്ന് അതിനെ എതിർത്തവർ രാഷ്ട്രീയം മുന്നിൽ കണ്ട് മാത്രമാണ് എതിർത്തത്. അതുകൊണ്ട് തന്നെ പിന്നീട് ആ നൽകിയ അനുമതി പോലും ക്യാൻസലാക്കപ്പെട്ടു പോയി. ഈ വെള്ളച്ചാട്ടം തടയപ്പെടും എന്നാണ് ഇപ്പോഴുള്ള ഒരു ആശങ്ക. പക്ഷേ താൻ പ്രതീക്ഷിക്കുന്നത് വെള്ളച്ചാട്ടത്തിന് യാതൊരു തടസ്സവും വരാത്ത രീതിയിൽ പദ്ധതി നടപ്പിൽ വരും എന്ന് തന്നെയാണ്. പക്ഷെ അക്കാര്യത്തിലൊക്കെ വീണ്ടും ചർച്ച വേണ്ടി വരും എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇക്കാര്യത്തിൽ മന്ത്രിമാർ തമ്മിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തർക്കമായി മാറുകയില്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. അരുൺ, ഈ മുല്ലപ്പെരിയാർ സമരസമിതിയുമായി നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾക്ക് ഇനി സാധ്യതയുണ്ടോ? അത് സംബന്ധിച്ച് മുഖ്യമന്ത്രി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മുല്ലപ്പെരിയാർ സമരസമിതിയുമായി തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നാണ് പിണറായി വിജയൻ വളരെ കൃത്യമായി അല്പസമയം മുമ്പ് പറഞ്ഞത്. കാരണം മുല്ലപ്പെരിയാർ സമരസമിതി പുതിയ സമരങ്ങൾക്ക് തയ്യാറെടുക്കുന്നു എന്ന വാർത്തയുണ്ടായിരുന്നു. അദ്ദേഹം അക്കാര്യത്തിൽ പറഞ്ഞത് അവരൊരു ജനകീയ വിഷയമാണ് ഉയർത്തിക്കാണിച്ചത്. അതുകൊണ്ട് തന്നെ അവരുമായി എല്ലാ തരത്തിലുള്ള ചർച്ചയ്ക്കും സർക്കാർ തയ്യാറാണ്. ഏതെങ്കിലും തരത്തിൽ അവരെ എതിർക്കുന്ന രീതിയൊന്നും അല്ല സർക്കാരിനുള്ള. കാരണം നിലവിൽ അവിടെ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, ജനങ്ങൾക്കുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് ഈ സമരസമിതി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമരസമിതിയുമായി ചർച്ച നടത്തും എന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ പ്രതിപക്ഷം പ്രധാനമായും ആരോപിക്കുന്നത് പ്രകടന പത്രികയിൽ നിന്നൊരു പിന്മാറ്റമാണ്. അത്തരത്തിലാണെന്ന് വി ഡി സതീശന് അടക്കം അദ്ദേഹത്തിനെതിരെ FB പോസ്റ്റൊക്കെ ഇടുകയും ചെയ്തത്. ഏറ്റവും ഒടുവിലായി ഉമ്മൻചാണ്ടി പ്രതികരിക്കുകയും ചെയ്തത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. അത് സംബന്ധിച്ച് എന്തെങ്കിലും അദ്ദേഹം പറഞ്ഞോ മുഖ്യമന്ത്രി പിണറായി വിജയൻ? അരുൺ, മുല്ലപ്പെരിയാർ സംബന്ധിച്ച് അദ്ദേഹം കുറച്ചുകൂടി വിശദീകരണം ഇന്ന് നൽകുകയായിരുന്നു. പ്രത്യേകിച്ച് ഈ വി ഡി സതീഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വിശദീകരണം അല്ല ചെയ്തത്. ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ താൻ സ്വീകരിച്ച നിലപാട് അദ്ദേഹം കുറച്ചുകൂടി വിശദീകരിച്ചു. അതായത് മുല്ലപ്പെരിയാർ ഡാമിന്റെ കാര്യത്തിലാകട്ടെ, അത് നിലവിലുള്ള ഡാം സുരക്ഷിതമാണെന്ന് നേരത്തെ സുപ്രീം കോടതി ഉത്തരവുണ്ടായിട്ടുണ്ട്. ഇത് വിദഗ്ധ സമിതി റിപ്പോർട്ടിന് അംഗീകരിക്കലല്ല, സുപ്രീം കോടതിയുടെ വിധി അംഗീകരിക്കലാണ്. ആ യാഥാർത്ഥ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് സർക്കാർ പരിശോധിക്കുക. അതായത് പുതിയ ആ അന്വേഷണ റിപ്പോർട്ടിന്മേൽ എന്ത് നടപടി എടുക്കണം എന്നതുകൂടി ഈ സർക്കാർ പരിശോധിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഈ പരിശോധനകളൊക്കെ നടത്തുമ്പോഴും ഒരു തർക്കമല്ല തമിഴ്നാടുമായി സ്വീകരിക്കുക, ഉഭയകക്ഷി ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ഈ മുല്ലപ്പെരിയാർ ഡാം വിഷയമൊക്കെ ഉയർന്നു വരികയും അതൊരു തർക്കമൊക്കെ ആയി മാറുകയൊക്കെ ചെയ്തപ്പോൾ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ബന്ധം വഷളായി പലപ്പോഴും തമിഴ്നാട്ടിലെ മലയാളികൾക്ക് നേരെ ആക്രമണമൊക്കെ ഉണ്ടാകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു ഉഭയകക്ഷി ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ശ്രമമാണ് പുതിയ സർക്കാർ നടത്തുക എന്നാണ് പിണറായി വിജയൻ അറിയിച്ചിരിക്കുന്നത്. സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാന താൽപര്യത്തിന് വിരുദ്ധമായ നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുത്തണമെന്ന് ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു. മുല്ലപ്പെരിയാർ സംബന്ധിച്ച് ഇന്നലെ മുഖ്യമന്ത്രി ഡൽഹിയിൽ നടത്തിയ പ്രസ്താവന അങ്ങേയറ്റം പ്രതിഷേധാർഹവും ഏറ്റവും നിർഭാഗ്യകരവുമായിപ്പോയി. കഴിഞ്ഞ അനേക വർഷങ്ങളായി മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ എടുത്ത
തീരുമാനത്തിന് ഘടകവിരുദ്ധമായിട്ടാണ് ശ്രീ പിണറായി വിജയൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നത്.